ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ നോമ്പ്. ശൂനായ എന്ന സുറിയാനി വാക്കിന് സ്ഥലം മാറ്റം എന്നാണ് അർത്ഥം. സ്ഥലം മാറ്റം. ഈ ഭൂമിയിൽ നിന്ന് സ്വർഗീയ പറുദീസയിലേക്ക്, ഭൗമിക പറുദീസയിൽ നിന്ന് സ്വർഗീയ പറുദീസയിലേക്ക് പരിശുദ്ധ കന്യകാമറിയം സ്ഥലം മാറിപ്പോയി. അതാണ് അതിൻ്റെ സൂചന. നമുക്കതിലേക്ക് വരുന്നതിന് മുൻപ് ഈ പൗരസ്ത്യ സുറിയാനി സഭ എന്ന സീറോ മലബാർ സഭ, പൗരസ്ത്യ സഭകളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ സുറിയാനി സഭയിൽ, പൗരസ്ത്യ സുറിയാനി സഭയിൽ നമ്മുടെ തിരുനാളുകളൊക്കെ തിരുവചനവുമായിട്ട് കേന്ദ്രീകരിച്ചാണ്. കർത്താവും പരിശുദ്ധ കന്യാമറിയവും പിന്നെ വിശുദ്ധരൊക്കെ ആണെങ്കിലും ഈ കർത്താവിൻ്റെ രഹസ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വിശുദ്ധരെ പോലും ഓർക്കുക. നമ്മുടെ കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 3 നോമ്പുകളാണുള്ളത്. കർത്താവുമായിട്ട് ബന്ധപ്പെട്ട്, പരിശുദ്ധ കന്യകാമറിയുമായിട്ട് ബന്ധപ്പെട്ട് 2 അങ്ങനെ 5 വലിയ നോമ്പുകളാണ് പൗരസ്ത്യ സുറിയാനി സഭയിലുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം, ജന്മദിനം, ക്രിസ്മസ്, അതിന് ഒരുക്കമായിട്ട് 25 ദിവസത്തെ നോമ്പ്, 25 നോമ്പ് എന്ന് നമ്മൾ പറയും. ക്രിസ്മസ് ഡിസംബർ 25-ാം തീയതിക്ക് ഒരുക്കമായിട്ട് ഡിസംബർ 1 മുതൽ 25 വരെ. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ജന്മദിനത്തിന് വേണ്ടി ഒരുങ്ങാണ്, നമ്മൾ ആധ്യാത്മികമായിട്ട് ഒരുങ്ങാണ്. അതാണ് 25 നോമ്പ്. രണ്ടാമത്തത് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിന് ഒരുക്കമായിട്ട് 50 നോമ്പ്. ഉയർപ്പിൽ സാധാരണഗതിയിൽ അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വരിക. അപ്പോൾ അതിന് മുൻപായിട്ട് തുടങ്ങും. അതിന് മുൻപായിട്ട് ഈ 50 നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് 18 ദിവസം മുമ്പ് നിനവേ നോമ്പുണ്ട്. യോന പ്രവാചകൻ മത്സ്യത്തിനുള്ളിൽ കിടന്ന ആ 3 ദിവസത്തെ ഓർക്കാനാണ്. അപ്പം 50 നോമ്പ് വരുന്നതിൻ്റെ 18 ദിവസം മുമ്പ് 3 നോമ്പ്. അതിനൊരു ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട് അതിന്. യോന പ്രവാചകനെ മാത്രമല്ല ഓർക്കുന്നത്. കാരണം അടയാളം ചോദിച്ചപ്പോൾ ഈശോമിശിഹായ്ക്ക് കൊടുത്ത അടയാളം യോന പ്രവാചകൻ്റെ അടയാളമാണ്. യോന വലിയ മത്സ്യത്തിൻ്റെ ഉള്ളിൽ 3 ദിവസമായിരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 ദിവസമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 12:42. അപ്പോൾ പുതിയ നിയമ യോനയാണ് ഈശോ മിശിഹ. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിലെ യോനയെ പോലെ ഈശോ മിശിഹ യോർദാൻ നദിയിൽ ചെന്നിട്ട് യോഹന്നാനോട് എന്നെ എടുത്ത വെള്ളത്തിലേക്ക് ഇടുമെന്ന് പറയുന്നത്. എന്നെ വെള്ളത്തിലേക്ക് ഇല്ല, എന്നെ ഇത് യോഹന്നാൻ മാമോദിസ മുക്കാൻ ഈശോയെ മാമോദിസ മുക്കാൻ മടിച്ചു. പറയുന്നത് നീ എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. അതായത് ആ യോർദാനിലെ വെള്ളം എന്ന് പറയുന്നത് അവിടെ ചെന്നിരിക്കുന്നവരൊക്കെ പാപികളാണ്, അല്ലേ? യോഹന്നാൻ്റെ കയ്യിൽ നിന്നും സ്നാനം സ്വീകരിക്കാൻ ചെന്നവരൊക്കെ പാപികളാണ്. അപ്പോൾ പാപികളുടെ ഇടത്തേക്കാണ് യേശു ക്രിസ്തു ചെല്ലുന്നത്, ഈശോ മിശിഹ ചെല്ലുന്നത്. അപ്പോൾ പാപികളുടെ മണ്ഡലത്തിലേക്ക് തന്നെ എടുത്തിടുക. അപ്പോൾ അവരുടെ പാപങ്ങൾ തന്നിലേക്ക് വരുമെന്നും താൻ ദൈവമായതിനാൽ ആ പാപങ്ങളെല്ലാം കത്തിപ്പോകുമെന്നും, ഇല്ലേ, എടുത്തു മാറ്റപ്പെടുമെന്നും. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞതും, സ്നാപയോഹന്നാൻ പറഞ്ഞത്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മുന്നേ എന്നിലേക്ക് എടുത്ത്, ഇല്ലേ, ഞാൻ ആവാഹിക്കാൻ വേണ്ടി എന്നെ നീ വെള്ളത്തിലേക്ക് ഇടുക, ആ പാപികളുടെ പാപത്തിലേക്ക് എന്നെ എടുത്തിടുക എന്നാണ് യോഹന്നാനോട് ഈശോ പറയുന്നത്. പഴയ നിയമത്തിൽ യോന കപ്പലിലെ ഉദ്യോഗസ്ഥരോട്, കപ്പൽ ജീവനക്കാരോട് പറഞ്ഞതുപോലെ. പിന്നെയും അതിനോട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശത്തിൽ പോകണ്ട. അപ്പോൾ ഈശോ മിശിഹയുമായിട്ട് ബന്ധപ്പെട്ട 3 നോമ്പുകൾ. പിന്നെ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് മറിയം. ഈശോ മിശിഹ കഴിഞ്ഞ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് മറിയം. മറിയത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട 2 നോമ്പുകൾ. ഒന്ന്, മറിയത്തിൻ്റെ സെപ്റ്റംബർ 8 അമലോത്ഭവ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് 8 ദിവസത്തെ നോമ്പ്. 8 നോമ്പ്. മറിയത്തിൻ്റെ അമലോത്ഭവം, ഇല്ലേ, അവൾ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്നു, കൃപ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്നു. അതൊന്നും പോരാ, അതൊന്നും പോരാ. നമ്മുടെ അമലോത്ഭവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് പറയേണ്ടത്. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ, നന്മ നിറഞ്ഞ മറിയമേ എന്നല്ല, കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ, നന്മയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് വേണ്ടത്. അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പം അതിനൊരുക്കമായിട്ടുള്ള 1 മുതൽ 8 വരെ ദിവസങ്ങൾ, സെപ്റ്റംബർ 8 വരെ. പിന്നെ ഒന്നാളാണ് ഈ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ. 15-ാം തീയതി മറിയത്തിൻ്റെ സ്ഥലം മാറ്റം. ഈ ഭൗമിക പറുദീസയിൽ നിന്നും സ്വർഗീയ പറുദീസയിലേക്ക് അവൾ സ്ഥലം മാറുകയാണ്. ഈ ശൂനായ എന്ന വാക്കാണ് സുറിയാനിൽ ഉപയോഗിക്കുന്നത്.
ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളിൽ, പൗരസ്ത്യ സഭകളിലൊക്കെ ദ ഡൊർമീഷൻ ഓഫ് ദ തെയോത്തോക്കോസ്, തെയോത്തോക്കോസ് എന്ന് പറഞ്ഞാൽ ഗോഡ് ബെയറർ എന്നാണ്. ഗോഡ് ബെയറർ, ദൈവവാഹക. ഈ പൗരസ്ത്യ സഭകളിൽ ദൈവമാതാവ് എന്ന് പറയില്ല. ദൈവമാതാവ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് മറിയത്തെ വിളിക്കുന്നുണ്ട്. ലൂക്കാസിനെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ അമ്മ, അവിടെ കർത്താവ് എന്ന് പറയുന്നത് ദൈവമായ കർത്താവിനെയാണ്. അപ്പോൾ ആ അധ്യായത്തിൽ മുഴുവൻ കർത്താവ് എന്ന വാക്ക് വരുന്നത് മുഴുവൻ ദൈവമായ കർത്താവിനെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. തെയോത്തോക്കോസ് എന്ന് വിളിക്കുന്നതിൽ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിൽ, ദ മദർ ഓഫ് ഗോഡ് എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മദർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അവളിൽ നിന്ന് ജനിച്ചവൻ, ആ മറിയത്തിൽ നിന്ന് ജനിച്ചവൻ പൂർണ്ണമായും ദൈവമായിരുന്നു എന്നാണ് അർത്ഥം. ദൈവമാതാവ് എന്ന വാക്കിനർത്ഥം അവളിൽ നിന്ന് ജനിച്ച ശിശു പൂർണ്ണമായും ദൈവമായിരുന്നു എന്നാണ്. പക്ഷെ അത് സൂചിപ്പിക്കാൻ വളരെ വളരെ നല്ല വാക്കാണ് പൗരസ്ത്യ സഭകൾ ഉപയോഗിക്കുന്നത്, തെയോത്തോക്കോസ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഗോഡ് ബെയറർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവമാതാവ് എന്ന വാക്കിനകത്തുള്ള ആ ദുസൂചന അല്ലെങ്കിൽ ഒരു തെറ്റായ സൂചന ഇല്ലാതെ മറിയത്തെ ചിഹ്നപ്പെടുത്താൻ പറ്റിയ നല്ല ഗ്രീക്ക് വാക്കാണ് തെയോത്തോക്കോസ്. ഗോഡ് ബെയറർ, ദൈവവാഹകയായ മറിയം നിദ്ര പ്രാപിച്ചു, ഡൊർമീഷൻ, നിദ്ര പ്രാപിച്ചു, ഉറങ്ങില്ലേ, ഫോളിങ് എസ്ലീപ്പ് എന്നാണ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരാൾ നമ്മുടെ ഈ മരണത്തിൻ്റെ കുറിയെ കടിക്കുമ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, കർത്താവിൽ മരിച്ചു എന്നല്ല പറയണേ, നിദ്ര പ്രാപിച്ചു എന്നുള്ളത് മരണത്തിനുള്ള ഒരു മൃദുപദമാണ്. ഒരു മൃദുപദം, യുഫമിസം എന്ന് പറയും, ഒരു മൃദുപദം, നിദ്ര പ്രാപിച്ചു. അപ്പോൾ വളരെ സമാധാനപൂർവ്വം മരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ മറിയത്തിൻ്റെ കാര്യത്തിൽ അത് ശൂനായ എന്നാണ് പറയുക, സ്ഥലം മാറ്റമാണ്. അവൾ ഉടലോടെ ഇല്ലേ, ആത്മശരീരങ്ങളോടെ, അതേക്കുറിച്ചൊക്കെ നമ്മൾ ഈ സ്വർഗസമഗമനത്തെക്കുറിച്ച് നീണ്ട ഒരു പ്രഭാഷണം പല കൊല്ലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇക്കൊല്ലം നമുക്ക് ഈ ഓഗസ്റ്റ് 15 നമുക്കത് കേൾക്കാം. ഈ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിന് ബൈബിളിൽ തെളിവുണ്ടോ, തിരുവചനത്തിൽ തെളിവുണ്ടോ എന്ന് നമുക്ക് അന്ന് പരിശോധിക്കാം, ഓഗസ്റ്റ് 15. ഇപ്പം നമുക്ക് ആ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ശൂനായ നോമ്പിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഈ 15 ദിവസവും നമുക്ക് ചെറിയ മറിയത്തിൻ്റെ ചില വിശേഷണങ്ങളും ചില പ്രധാനപ്പെട്ട ലിറ്റർജിയിലും ബൈബിളിലുമുള്ള ചില സംഗതികളൊക്കെ നമുക്ക് ധ്യാനിക്കാം. ലത്തീൻ സഭയിൽ അസംഷൻ, സ്വർഗ സംവഹനം എന്നാണ് പറയുന്നത്. സ്വർഗ സംവഹനം അല്ലെങ്കിൽ മോക്ഷക്കരേറ്റം. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അതിനോട് ഒട്ടും എനിക്ക് യോജിപ്പില്ല, സ്വർഗാരോപണം. അതൊരു ആരോപണമാണ്, സ്വർഗാരോപണം. ആ വാക്ക് ഒട്ടും ചേരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് ഉപയോഗിച്ച് ആൾക്കാരുടെ മനസ്സിലത് ഇങ്ങനെ കിടക്കുകയാണ്. അതൊന്ന് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു ആരോപണമല്ലല്ലോ, സ്വർഗാരോപണം. അത് ഈ സ്വർഗാരോഹണത്തോട് ചേർത്ത് വെച്ച് ആരോ ഉപയോഗിച്ചതാണ് സ്വർഗാരോപണം. ഇതൊരു ആരോപണം പോലെയാണ് സ്വർഗ ആരോപണം. അത് ആരോപണമല്ല, സ്വർഗ സംവഹനമാണ് അല്ലെങ്കിൽ മോക്ഷക്കരേറ്റമാണ്. അങ്ങനെ വാക്കാണ് ഉപയോഗിക്കേണ്ടത്, സ്വർഗ സംവഹനം അല്ലെങ്കിൽ മോക്ഷക്കരേറ്റം. നമുക്ക് ഈ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് നമ്മൾ. അതിനാൽ ശൂനായ നോമ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. സ്ഥലം മാറ്റത്തെക്കുറിച്ച് സ്ഥലം മാറ്റ പെരുന്നാളിന് അതായത് മറിയത്തിൻ്റെ ഉടലോടെയുള്ള ആത്മശരീരങ്ങളോടെയുള്ള അവളുടെ സ്വർഗ സംവഹനം അല്ലെങ്കിൽ മോക്ഷക്കരേറ്റം, ആ സ്വർഗത്തിലേക്കുള്ള സ്ഥലം മാറ്റം, അവൾ ശാന്തമായി ഉറങ്ങി നിദ്ര പ്രാപിച്ച് സ്വർഗത്തിലേക്ക് സ്ഥലം മാറി. ആ സ്ഥലം മാറ്റം, ആ വാക്ക് നല്ല ഗംഭീരമല്ലേ. അവൾ ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ സ്ഥലം മാറി എന്ന് തന്നെ പറയേണ്ടത്. അതുകൊണ്ട് ആ ശൂനായ എന്ന വാക്ക് വളരെ ഗംഭീരമായ വാക്കാണ് ഈ നോമ്പിനെ സൂചിപ്പിക്കാൻ. അപ്പോൾ ഈ ശൂനായ നോമ്പ് എന്ന് പറയുന്ന 15 നോമ്പ്, അതിനെക്കുറിച്ച് നമുക്ക് ഈ അടുത്ത 15 ദിവസവും ഇന്ന് മുതൽ 15 ദിവസത്തേക്ക് ചെറിയ ചെറിയ ധ്യാനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നമ്മൾ മരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ളവരാണ്. നമ്മൾ ആളായിത്തീരുന്ന ആത്മാവ് ഇല്ലേ, മരണസമയത്ത് തനത് വിധി നേരിടുകയും പിന്നെ അന്ത്യവിധിയിൽ തേജസ്സാർന്ന ശരീരം പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് നമുക്കുള്ള വലിയ പ്രത്യാശ. ആ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കും സ്ഥലമാറ്റമേ ഉള്ളൂ. ക്രിസ്ത്യാനിക്ക് മരണമില്ല, സ്ഥലമാറ്റമേ ഉള്ളൂ. അത് ഏറ്റവും ശക്തമായി തെളിയിക്കുന്ന ഒരു തിരുനാളാണ്, ഒരു ആളാണ് മറിയം. അവളുടെ തിരുനാളാണ് ഈ സ്ഥലം മാറ്റ തിരുനാൾ, ശൂനായ തിരുനാൾ. ആ ശൂനായ തിരുനാളിൽ ഒരുക്കമായിട്ട് ശൂനായ നോമ്പ്. നമുക്ക് ആ നോമ്പിലേക്ക് പ്രവേശിക്കാം, പറ്റുന്നവർക്ക് നോമ്പെടുക്കുക. അങ്ങനെ മറിയത്തിൻ്റെ ഈ മോക്ഷക്കാരറ്റ തിരുനാൾ അല്ലെങ്കിൽ സ്വർഗ സംവഹന തിരുനാൾ, അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൻ്റെ ഒരുക്കമായിട്ടുള്ള
ഒരുക്കമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറിയത്തിൻ്റെ സഹായം, മറിയത്തിൻ്റെ അമ്മ എന്ന നിലയ്ക്ക് മറിയത്തിൻ്റെ ചിറകിൻ കീഴിൽ അഭയം തേടുന്ന നമ്മൾ പറയാറുണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് അഭയം തേടാം. പിന്നെ മറിയത്തിന് ഈ അമ്മ മക്കളെ ബന്ധമാണ്. അമ്മയെ സംരക്ഷിക്കേണ്ടുന്ന മക്കളാണ്, മക്കളെ സംരക്ഷിക്കേണ്ട അമ്മയാണ്. അപ്പോൾ മറിയത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി കൊടുത്ത് മറിയത്തെ ഈ മലീമസമായി ചിത്രീകരിക്കാനായിട്ട് നടക്കുന്ന ഒരുപാട് സഭക്കാരുണ്ട്. അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ തയ്യാറാകുന്ന, മറിയത്തെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു നിമിഷവുമായിട്ട് അല്ലെങ്കിൽ ദിവസങ്ങളുമായിട്ട് തീരട്ടെ ഈ ദിവസങ്ങൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.